ബോസ് ബോസ് വേണ്ട ബോസ്, അവിടെ മാത്രം വെക്കല്ലേ ബോസ്. ബോസ് പ്ലീസ് ബോസ്. ഒന്നും പറ്റൂലെന്നേ. വേണ്ട ബോസ്, വേണ്ട ബോസ്. ധൈര്യമായിട്ടിരിക്കേ. പേടിയാവുന്നു ബോസ്. സൂക്ഷിച്ച്. ബോസ് ബോസ് ഇപ്പൊ താഴെ വീഴും ബോസ്. അവിടെ സ്റ്റഡി ആയിരിക്കേ, ഞാൻ പോയിട്ട് വരാം. ഫുൾ ചാർജ് ആവുമ്പോ നീ പറയ്. അയ്യോ ഇവിടെ തന്നെ വെച്ചിട്ട് പോയില്ല, ഇനി ദൈവം തന്നെ രക്ഷിക്കണം. അയ്യോ പേടിയാവുന്നേ. അയ്യോ വഴുക്കുന്നേ. അയ്യോ ഞാൻ വീഴാൻ പോണേ. അയ്യോ രക്ഷിക്ക്. അയ്യോ തൂക്കിയാലും തൂങ്ങണ പോലെ ഉണ്ട്. എടാ നീ ഇത് എവിടെയാണ് ഉള്ളേ? എടാ നോക്കടാ നോക്ക്. വേഗം വാടാ, ഞാൻ ദേ താഴെ വീഴാൻ പോവാടാ. എടാ കുറച്ചുമ്പോ നീ എന്നെ കൊല്ലാൻ നോക്കിയല്ലേ? നന്നായി, ജസ്റ്റ് മിസ്സിനെ രക്ഷിച്ചേ. നീ എപ്പോഴാണ് എന്നെ രക്ഷിച്ചേ? ആ ചാർജറാണ് എന്നെ രക്ഷിച്ചേ. ചാർജറാണല്ലോ രക്ഷിച്ചേ. എന്നെ പോലെ അതിന് ജീവൻ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ അതിനോട് നന്ദി ഏയ് പറഞ്ഞു. അതിന് ജീവനൊന്നുമില്ല. അയ്യോ എന്റെ ദൈവമേ, എടാ വീണ്ടും നീ എന്നെ അവിടെ തന്നെ വെക്കാനോടാ. അങ്ങനെ ഈ മാസത്തെ ശമ്പളം വന്നു. ഇത് വെച്ചോണ്ട് ഇനി ജീവിക്കാൻ. നമസ്കാരമുണ്ട് സാർ. പറയണ ഫാനെ. സാർ എന്റെ കോയില് പോയെന്ന് തോന്നുന്നു. മര്യാദക്ക് കറങ്ങാൻ പറ്റുന്നില്ല. ഒരു 500 രൂപ ഉണ്ടോ എടുക്കാൻ? ശരി, ഇത് പിടിക്ക്. കോയില് മാറ്റിക്കോ. താങ്ക് യു മൊയിലാളി. ആശാനെ, നമുക്ക് കേബിളിന്റെ ബില്ല് വന്നിട്ടുണ്ട്. മറന്നുപോയെന്ന് വിചാരിക്കുന്നു. ബില്ല് അടക്കേണ്ട ഡേറ്റ് കഴിഞ്ഞിട്ട് അവന്മാരൊന്ന് കട്ടാക്കും. അതിനിവിടെ ആരും ടി വി കാണുന്നില്ലല്ലോ, എല്ലാവരും ഫോൺ നോക്കിയല്ലേ. പിടിക്ക്. ആ നെറ്റ്ഫ്ലിക്സ് എക്സ്പെർട്ട് ആവുമ്പോ കേട്ടോ. എന്ത് നെറ്റ്ഫ്ലിക്സാ? അൺസബ്സ്ക്രൈബ് ചെയ്യുന്നേ. ബോസ് എന്റെ ഗ്യാസ് കഴിഞ്ഞു കേട്ടോ. തണുപ്പ് കാലമായി പിന്നെ നിന്നെ ഞാൻ ഓണാക്കിയിട്ടില്ല. നിനക്ക് എന്താടാ? എന്നെ വാങ്ങി വെറുതെ വെച്ച് അങ്ങനെ ഇരിക്കും. നിങ്ങൾ എന്നെ ഓണാക്കാത്തോണ്ടാ ഞാൻ കേടായേ. ഇതെന്താടാ ഇങ്ങനെ യൂസ് ചെയ്താലും ബില്ല്, യൂസ് ചെയ്തില്ലെങ്കിലും ബില്ല്. പിടിക്ക്. ഇത് തീരാറായില്ല. ബോസേ, എനിക്കൊരു 5500 രൂപ വേണമായിരുന്നല്ലോ. നിനക്കെന്താ പ്രശ്നം? കഴിഞ്ഞ മാസം നിന്നെ വാങ്ങിക്കൊണ്ടെന്നല്ലേ ഉള്ളൂ. എടാ എന്നെ പുതിയതായിട്ട് വാങ്ങിയ, പക്ഷെ മുഴുവനായിട്ട് വാങ്ങിയിട്ടില്ലല്ലോ. പിടിക്ക്. എല്ലാം കഴിഞ്ഞ 500 മാത്രം കയ്യിലുള്ളല്ലോ. ബ്രോ ബ്രോ എന്നൊന്ന് റീചാർജ് ചെയ്യൂ. ഒരു 500 രൂപ എടുക്കാനുണ്ടാവോ? എനിക്ക് ഫോണേ വേണ്ടടാ. ഹലോ ബോസ്. ആരുണ്ടത്? ഞാനാ ബോസ്. എടാ ടിവി ഇത് നീയാ? എന്താ ബോസ്, ചെറുപ്പത്തിൽ എന്നെ ഒരുപാട് നോക്കുമായിരുന്നല്ലോ. ഇപ്പൊ വലുതായപ്പോ തിരിഞ്ഞു പോലും നോക്കുന്നില്ലല്ലോ. ഞാൻ സമ്മതിച്ച്, ചെറുപ്പത്തിൽ ചിൻചാൻ, ഡോറേമോൻ, ജാക്കി ചാൻ എല്ലാം നീയാ എനിക്ക് കാണിച്ചു തന്നെ. പക്ഷേ ഇത് വന്നതിന് ശേഷം കാലമൊക്കെ അങ്ങ് മാറിപ്പോയി മോനെ. ഓക്കെ, നിന്റെ വാട്സപ്പ് ഉണ്ടോ? ഇല്ല. ഇൻസ്റ്റഗ്രാം? ഇല്ലല്ലോ. അറ്റ്ലീസ്റ്റ് ഫ്രീ ഫയർ, പബ്ജി എന്തെങ്കിലും? അതൊന്നുമില്ല. Then how? എടാ മോനെ, ചാർജ് ചെയ്യുമ്പോ നീ എന്റെ അടുത്തേക്ക് വരുമല്ലോ, അപ്പൊ തരാടാ നിനക്ക്. എടാ ബൈക്ക്, നമുക്ക് മറൈൻ ഡ്രൈവിൽ ഒന്ന് പോയിട്ട് വരാം. ശരി ആശാനെ, അതിനു മുമ്പ് നമുക്ക് പെട്രോളും കാറ്റൊക്കെ ഉണ്ടോ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഏയ്, അക്കോർഡിംഗ് ടു ഇവിടെ നിന്ന് മറൈൻ ഡ്രൈവ് വരെയും 25 കിലോമീറ്റർ ഉള്ളൂ. ഓക്കെ ആശാൻ. നേരത്തെ ഞാൻ എത്ര രൂപയ്ക്ക് പെട്രോൾ അടിച്ചേ? നേരത്തെ വീട്ടിൽ വന്നപ്പോ ഒരു 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചേ. 50 രൂപയ്ക്ക് പെട്രോൾ അടിച്ചില്ലേ? അപ്പോ നിനക്ക് എത്ര മൈലേജ് ഉണ്ടെന്ന് വെച്ചാൽ 60 ഉണ്ട്. സോ 50 രൂപ എന്ന് പറഞ്ഞാൽ പാതി, 30 കിലോമീറ്റർ വരെ പൊക്കൂടെ, ബാക്കി 5 ഇല്ലേ? പിന്നെ എന്തിനാ പേടിക്കണേ? വാന്നേ. ആശാന്റെ കണക്ക് കറക്റ്റ് ആയിരിക്കോ? ഞാൻ +2 പഠിക്കുമ്പോഴേ എനിക്ക് മാക്സിൽ 100ൽ 105 അങ്ങനെയാണ് ആശാനെ. സൂപ്പർ സൂപ്പർ, വാ പോവാ പോവാ. പോയാലോ? A few minutes later. നീ എവിടെ കൊണ്ടാ നിർത്തിയെന്നറിയോ? അത് ഞാനാ നിന്നോട് പറയണ്ടേ. മച്ചാനെ, വണ്ടിയുടെ പെട്രോൾ എന്നിട്ട് വഴി പെട്ട് കിടക്കടാ, പെട്ടെന്ന് വാടാ. മാക്സിൽ എന്താ 100ൽ 105 അല്ലേ? അക്കോർഡിംഗ് ടു എന്റെ കണക്ക് നോക്കിയപ്പോ കിറി കൃത്യായിരുന്നു, മനസ്സിലായ? നീയാണ് മൈലേജ് തരാഞ്ഞത്. എന്നെ മര്യാദക്ക് സർവീസ് ചെയ്യണ്ടല്ലേ? കാശുണ്ടെങ്കിലല്ലേ സർവീസ് ചെയ്യൂ. നോക്ക്, എനിക്ക് സാലറി വന്നിട്ടുണ്ട്. കഴിഞ്ഞ മാസം നിങ്ങൾക്ക് ചെയ്യാനുള്ളതൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട്. ആശാനെ, കോയില് മാറ്റി കഴിഞ്ഞപ്പോ എല്ലാം ശരിയായിട്ടുണ്ട്. സന്തോഷം. സാറെ, കേബിൾ ടി വി പിടിക്ക്. EMI അല്ലേ? അതെ ബോസ്. മൊയിലാളി, ഗ്യാസിന്ന് കാറ്റ് പോലും വരുന്നില്ല. നിനക്ക് എന്താ പറ്റിയേ? ഗ്യാസ് കാലിയായി ബോസ്, റീഫിൽ ചെയ്യണം. ഗ്യാസ് കാലിയായ ഭക്ഷണം കഴിക്കണമല്ലോ. പിടിക്ക്. എണ്ണ AC നല്ല ഇറക്കിയാ? അതെല്ലാം നല്ല ഇറക്കി തമ്പി. ബ്രോ, നെറ്റ് തീർന്നു ബ്രോ, എന്തെങ്കിലും ചെയ്യ്. നിന്നെ യൂസ് ചെയ്യുമ്പോൾ നല്ലതാണ്, പക്ഷെ ബിൽ റേറ്റ് കാണുമ്പോഴാണ് പ്രാന്താവണത്. എന്നാ പിടി. അമ്മേ, ഇതിൽ കൂടുതൽ വിടുന്ന ഞാൻ വഴിയാതാരാവും. തോമസ് ഊട്ടി വിട്ടോടാ, എന്റെ കയ്യിൽ കാശില്ല, വിട്ടോടാ. എടാ ബൈക്കേ, പുറത്തു പോയിട്ട് ബിരിയാണി കഴിച്ചിട്ട് വരാം. ആശാനെ, എനിക്ക് HP ബിരിയാണി വാങ്ങി തരണേ. വേണ്ട, ഞാൻ നടന്നു. രാജാവേ, ഞാനാണ് മെയിൻ വില്ലൻ. ഇറ്റ്സ് മീ, EB. എനിക്ക് കൂടുന്നടാ BP. ഞാൻ ബാറ്റ്മാൻ ഫാനാടാ. ആഹാ, നല്ല വൃത്തിയുള്ള വീട്. ദൈവവിശ്വാസികളാണെന്ന് തോന്നുന്നു. റോഡ് മൊത്തം അഴുക്ക്, ചെരുപ്പ് പോലും ഇടാണ്ടാ ഞാൻ പോയത്. സോറി മാറ്റേ. എന്റെ മുഖം നോക്കട്ടെ. എന്താ? പുറത്തുനിന്ന് വരുമ്പോ കാല് കഴിയിട്ട് വരില്ല അല്ലേ? നേരെ ഒന്ന് തുടക്കിയ. അതിനൊന്നും സമയമില്ല, പോയേ. അമ്മ, എന്താടാ? ചായ കുറിച്ച് താഴെ പോയി. അത് മാറ്റ് വെച്ച് തുടക്കി. അങ്ങനെയാണോ? തുടക്ക.
എടാ എണ്ണ കുറച്ച് താഴെ പോയി. നീ തുടക്കാൻ എന്തെങ്കിലും തുണിയെടുക്ക്. അതെയോ മാറ്റില്ലേ? ഓ എടാ ഭയങ്കര പശപ്പടാ. നീ എല്ലാ സാധനവും എന്നെ കൊണ്ട് തന്നെ തുടപ്പിക്കുമല്ലേ? നീ ആദ്യം വെള്ളം ഒഴിച്ചിട്ട് തുടക്കടാ. അങ്ങനെ തുടക്കാനൊന്നും സമയമില്ല. എടാ ചേച്ചിയുടെ കൊച്ചു അപ്പിട്ടടാ, ആ മാറ്റ് എടുക്കടാ. അയ്യോ ശരി, ഞാനിപ്പോ എടുത്തിട്ട് വരാം. ഡാ നിനക്കൊന്നും മനസാക്ഷിയില്ലേ? വേണ്ടടാ. എന്താണവൻ എന്നിനായിട്ട് പ്രാന്തന്മാരെ പോലെ ഓരോന്ന് ആലോചിച്ചോണ്ടിരിക്കും. ബോസ് ബോസ് എന്താ പറയടാ ഫാനെ? എന്താ ബോസ് എന്നെ കണ്ണുരുട്ടി നോക്കുന്നേ? നീ എപ്പോഴാ അവിടെ ദൂരെ എന്റെ തലയിലോട്ട് വീഴുന്ന് നോക്കിയതാ? എന്താണ് ബോസ്, എന്നെ വിശ്വാസമില്ലേ? ഇല്ല. ബോസ് അങ്ങനെയല്ല ബോസ്. ഈ വീട്ടിൽ എല്ലാരും കിടന്നുറങ്ങും, പക്ഷെ ബോസ് മാത്രം ഉറങ്ങാറില്ല. എന്തെങ്കിലുമൊക്കെ ആലോചിച്ചോണ്ടിരിക്കും. അതുകൊണ്ടാണ് ഞാൻ ബോസിന് എന്താന്ന് ചോദിച്ചത്. എന്റെ ഫാനെ, ഫ്യൂച്ചറിലെ എന്റെ ലൈഫ് സ്പോയിലായി പോകുന്നൊരു പേടി. ഞാൻ അതാലോചിച്ചോണ്ടിരുന്ന. ഞാനൊരു കാര്യം ആലോചിച്ചേ ഉള്ളൂ. നീ എന്താ ആലോചിച്ചേ? അതൊന്നുമില്ല ബോസ്. 3 ദിവസമായിട്ട് എൻ്റെ അടുത്ത് നിന്ന് കുടുക്കുടുക്കുന്ന് സൗണ്ട് കേട്ടോണ്ടിരിക്കുകയാണ്. കോയില് പോയെന്നൊരു സംശയമുണ്ട്. ഞാൻ എന്റെ ലൈഫ് സ്പോയിലാവുന്നതിനെ പറ്റി പറയുമ്പോ നീ നിന്റെ കോയിലിനെ പറ്റി സംസാരിക്കുന്ന എന്റെ നിന്റെ പ്രശ്നം സെയിം ആണോടാ? ബോസ് എനിക്കെന്ത് പ്രശ്നം? AC ഇട്ട കറണ്ട് ബില്ല് കൂടുന്നോണ്ട് ഞാൻ നിന്നെ ഉണക്കി നീ തലക്കിരുന്ന് ഇറങ്ങുന്ന. ഞാൻ AC ഉണക്കട്ടെട്ടാ. നിക്ക്. ബോസ് വേണ്ട ഞാൻ നിങ്ങൾ ഡിസ്റ്റർബ് ഒന്നും ചെയ്യില്ല. എന്നാ മിണ്ടായിരുന്നു കറങ്ങ്. എന്താണ് കാറേ, സുഖമല്ലേ? ഓ അപ്പൊ നീ എന്നെ കൂട്ടിയെ പോകുന്നല്ലേ? വാ ബൈക്ക് പോയാലോ? ഓക്കെ ബോസ്, ഞാൻ റെഡിയാണ്. ഡാ അപ്പൊ നീ എന്നെ കൊണ്ടുപോകുന്നില്ലേ? നിനക്ക് പറഞ്ഞാ മനസ്സിലാവില്ലേ? ആദ്യത്തെ കാരണം നിന്നെ കൊണ്ടുപോകാൻ വേണ്ടി തീറ്റി പോറ്റാൻ വേണം 4000 രൂപ. പക്ഷെ ഇവനോ 60 രൂപയ്ക്ക് പെട്രോൾ അടിച്ചാൽ ഈ ലോകം മുഴുവൻ ചുറ്റി കാണിക്കും. രണ്ടാമത്തെ കാരണം ഇവനൊരു കിക്ക് അടിച്ചാൽ അരമണിക്കൂറിൽ എത്തേണ്ട സ്ഥലത്തെത്തിക്കും. പക്ഷെ നിന്നിവിടുന്ന് പുറത്തിറക്കി ആ കവല വരെ പോകുമ്പോഴത്തേക്കും 1 മണിക്കൂർ കഴിയും. അതും ഈ കൊച്ചി ട്രാഫിക്കിൽ 1 മണിക്കൂർ 1.5 മണിക്കൂർ വരെ ആവും. മൂന്നാമത്തെ റീസൺ, ഞാൻ ഒറ്റയ്ക്കല്ലേ പോണത്. 3 പേരോ 4 പേരൊക്കെ ഉണ്ടെങ്കിൽ നിന്നെ കൊണ്ടുപോയനെ. ഡാ അപ്പൊ എപ്പോഴാണ് എന്നെ പുറത്തു കൊണ്ടുപോകുന്നേ? അടുത്ത മാസം ഫ്രണ്ട്സിന്റെ കൂടെ പോകും ഊട്ടി. നിന്നെ ഞങ്ങൾ മാറ്റി ഓട്ടി. അവിടെ ചെന്ന പാർട്ടി. ഒന്ന് പോയാടാ തൊട്ടി. അവന്മാരെ ഞാൻ നീ വണ്ടി കയറ്റാറുണ്ടല്ല, നിനക്കേ വെച്ചിട്ടുണ്ട് വെറുതെ വെള്ളൊഴിച്ച് വാള് വയ്ക്കാനായിട്ട്. അതെയല്ലേ, അവന്മാരൊക്കെ വണ്ടി കയറ്റിയ ഒരാഴ്ച കാർ വാഷ് ചെയ്യണോ അല്ലേ? ആടാ ശരി, അത് വിട്, വാ നമുക്ക് പുറത്തു പോവാം. ശരി ഓക്കെ, ഒരു കാര്യം ചെയ്യും, നീ ഇവിടെ തന്നെ ഇരിക്കും. വാടാ പോവാം. കണ്ണ കുണ്ണ എന്ന് വിളിച്ചെന്നെ മൊണ്ണയാക്കി നീ. തലയണേ, പറയടാ. ഇന്ന് ഞാൻ എന്റെ ആളെ കണ്ടു. അതിന് ഞാൻ എന്താ വേണ്ടേ? എന്ത് ഭംഗിയാണെന്നറിയോ അവളെ കാണാൻ. നമ്മുടെ ഭാഗ്യ ഇന്ന് നമ്മ രക്ഷപ്പെട്ടല്ലേ? അല്ലെങ്കിൽ ബാലങ്കേന്നായിരുന്നു നമ്മളെ പിച്ച് ചീന്തിയനെ. അവളെങ്ങാനും എന്റെ ലവിന് ഓക്കെ പറഞ്ഞാലുണ്ടല്ലോ. വേണ്ടടാ. എടാ എനിക്കിനി ഒരു ജന്മം ഉണ്ടെങ്കിലേ ഞാൻ സിംഗിൾസിന്റെ വീട്ടിൽ ജനിക്കൂലടാ. പെട്ടെന്ന് ഉറങ്ങിയേക്കാം, അവള് സ്വപ്നത്തിൽ വരും. ശരി, നീ തലയുടെ അവിടെ ഇരിക്കേ. ഓക്കെ ബോസ്. നീ അവിടെ തന്നെ ഇരിക്കേ. ഷുവർ ബോസ്. അപ്പൊ നീ വേണ്ടാട്ടാ.